മുഖ്യധാരാ സിനിമയിൽ നിന്ന് മാറി സിനിമ ചെയ്യുന്ന സംവിധായകരുടെ സിനിമകളെയൊക്കെ ആസ്വദിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടമാണ് 1978 സമയമാണ്. അപ്പോൾ അത്തരം പുത്തൻ സിനിമ ധാരയിലൂടെ സഞ്ചരിക്കുന്നവരുടെ സിനിമകളുടെ വാർത്തകളൊക്കെ വളരെ ശ്രദ്ധയോടെ വായിക്കുന്നവരാണ്. പി എ ബക്കറിൻ്റെ ഒരു സിനിമ വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ കേട്ടപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ആ സിനിമ ഇറങ്ങിയ ദിവസം തന്നെ അത് പോയി കാണുകയും അതിൽ 2 നായകന്മാരാണ്, ശ്രീനിവാസനും മറ്റൊരു അഭിനേതാവും, രണ്ടുപേരും ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. ഒരു അനാഥാലയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള കഥയാണ് മണിമുഴക്കം. ആ മണിമുഴക്കം കണ്ടപ്പോൾ തന്നെ ശ്രീനി എന്ന് പറയുന്ന നടൻ നമ്മുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി കടന്നു വന്നത് ഇരിപ്പിടം സ്വയം കണ്ടെത്തിയ ആളാണ്. അങ്ങനെ ശ്രീനി നമ്മളെ മനസ്സിലുണ്ട്. പിന്നെ ശ്രീനി മറ്റ് പല സിനിമകളിലൊക്കെ സംഘകാലം പോലെയുള്ള സിനിമകൾ, മേള, അങ്ങനെ ഒരുപാട് സിനിമകളിലേക്ക് ശ്രീനി പിന്നീട് വരികയും ഞാൻ ശ്രീനിയുമായിട്ട് പക്ഷേ ആദ്യമായിട്ട് കാണുന്നത് വ്യക്തിപരമായിട്ടുള്ളൊരു നേർക്കാഴ്ച സംഭവിക്കുന്നത് പൂച്ചക്കൽ മുകുതി എന്ന സിനിമയുടെ ലൊക്കേഷനാണ്. അന്ന് ശ്രീനി ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് എത്തിയതാണ്. അവിടെ വെച്ചുള്ള ആ ഒരു പരിചയം പിന്നീട് എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ ഒരു തുടക്കകാലത്ത് വലിയൊരു ബലമായിട്ട് കൂടെ ഉണ്ടായി. ആ സൗഹൃദത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നേരത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മുത്താരം കുഞ്ഞു പിയോ എന്ന സിനിമ സംഭവിക്കുന്നത്. ആ സിനിമയുടെ കഥ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന സിനിമയുടെ രൂപത്തിലായിരുന്നില്ല. ശ്രീനിയാണ് അതിനെ പുതിയൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവരുന്നത്. ശ്രീനിയായിട്ട് അത് മാറ്റിയിട്ടാണ് അതൊരു പുസ്തകക്കാരൻ്റെയും മകളും സ്ഥലത്തെ പോസ്റ്റ്മാൻ്റെ കഥയുമൊക്കെ മാറ്റിയെടുക്കുന്നത്. ആ ഒരു ശ്രീനി വരുത്തിയ മാറ്റമാണ് സിനിമ ഇന്ന് നമ്മൾ കണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നമ്മളുടെ എന്താണ് ഇഷ്ടത്തിന് മാത്രമായി തീർന്ന ഒരു സിനിമയായി മാറിയത് ശ്രീനിയുടെ ഒരു ബ്രില്യൻസാണ്. അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പാലക്കാട് കോളേജ് തമാശ കഥയായിട്ട് മാറുകയായിരുന്നു. പിന്നെ മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ശ്രീനിയുടെ ജീനിയസ് തന്നെയാണ്. പിന്നീട് ദൂരദൂര കൂടുകൂട്ടാനിലേക്ക് എത്തുമ്പോൾ അതും ശ്രീനി വഴി രൂപപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. ശ്രീനി മോഹൻലാലിൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. ലാലിന് കഥ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലാൽ ചോദിച്ചു, ഇത് ആര് ചെയ്യുമെന്ന് ചോദിച്ചു. സംവിധാനം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചപ്പോൾ ശ്രീനി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ സിബി ആയിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ലാലിന് കുഴപ്പമില്ല, സിബി ചെയ്യുമെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ അറിയാതെ എന്നിലേക്ക് എത്തുകയാണ്. അതൊരു കാരണക്കാരൻ ശ്രീനിയാണ്. അതിനാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. ആ സിനിമ ചെയ്യുമ്പോഴും പിന്നെ ഞാനോ ശ്രീനിയോ ഒന്നും അങ്ങനെ ഒരു തലത്തിലേക്ക് ആ സിനിമ എത്തുമെന്നോ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അങ്ങനെ പുരസ്കാരത്തിൽ അത് അർഹമായി തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാനീ മുത്താരം കുന്നിൻ്റെ പ്രീവിയസ് ഷോ ചെന്നൈയിൽ, അന്ന് അങ്ങനെ ഒരു രീതിയുണ്ട്. ചെന്നൈയിൽ സിനിമ ഫസ്റ്റ് കോപ്പി ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ സെൻസറിങ് കഴിയുമ്പോൾ മദ്രാസിയിലുള്ള സിനിമാ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഒരു ഷോ നടത്താറുണ്ട്. ഇത് കൂടുതലായിട്ടും സിനിമകൾ നടത്തിയിരുന്നത് ആദ്യമായി അറിയാവുന്നതുപോലെ ഫിലിം ചേംബറിൻ്റെ ഒരു തിയേറ്ററുണ്ട്. അവിടെയാണ് ഇത് പ്രദർശിപ്പിച്ചത്. അപ്പോൾ എൻ്റെ സിനിമയിൽ അഭിനയിച്ച നായികയെ അഭിനയിച്ചിരുന്ന ലിസി എൻ്റെ അടുത്ത് ചോദിച്ചു, സത്യേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ സത്യൻ്റെ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ കൂടി വന്ന സിനിമ അവിടെ ഷൂട്ട് നടക്കുക. സത്യേട്ടൻ ചോദിച്ചു, ആ സിനിമ പ്രിവ്യൂ കാണാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ സത്യനെ വിളിച്ചോളൂ. ഞാൻ അന്ന് ആദ്യമായിട്ടൊന്നും വലിയ അടുപ്പമില്ല, അറിയാം, പരസ്പരം അറിയാമെങ്കിൽ വലിയ സൗഹൃദമൊന്നും അന്ന് ആ കാലത്തുണ്ടായിരുന്നു. സത്യൻ്റെ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീനിക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ആ മുത്താരം നിന്നാണ് പിന്നീട് നമ്മൾ കണ്ട സത്യൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടുള്ള സിനിമകളുടെ ഒരു തുടക്കത്തിന് കാരണമായിത്തീർന്നത്. സത്യൻ ശ്രീനിയെ തിരിച്ചറിഞ്ഞത് ആ സിനിമയിലൂടെയാണ്. പിന്നീട് ദൂരെ കൂടുകൂട്ടാം സിനിമയുടെ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ ചെന്നൈയിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിനായിട്ട് ഒരു ഹോട്ടലിലേക്ക് താമസിക്കുമ്പോൾ അതേ ഹോട്ടലിൽ മറ്റൊരു മുറിയിൽ ശ്രീനിയും സത്യനും ഡിസ്കഷൻ തുടങ്ങി കഴിഞ്ഞിരുന്നു പുതിയ സിനിമയുടെ.
അതാണ് TP ബാലഗോപാലിൻ്റെ എന്ന പേരിൽ പിന്നീട് പുറത്തു വന്ന സിനിമ. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല രസകരമായ സിനിമകൾ സമ്പാദിച്ചൊരു കൂട്ടുകെട്ട് അനുഭവപ്പെടുന്നു. അങ്ങനെയാണ് ഈ ദൂരദൂരയുടെ ലൊക്കേഷനിൽ തന്നെയും നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രീനിയുടെ ഒരു സുഹൃത്ത് ഒരു അശോകേട്ടനുണ്ട്, ഡെക്കോർ അശോകേട്ടൻ എന്ന് പറയും. അശോകേട്ടൻ ഇൻറ്റീരിയർ ഡെക്കറേറ്ററാണ്. അപ്പോൾ അദ്ദേഹം ശ്രീനിയുടെ അടുത്ത സുഹൃത്തായതുകൊണ്ട് നമ്മളെ സഹായിക്കാനായിട്ടൊക്കെ വന്നതാണ്. അപ്പം ശ്രീനി എഴുത്തിലിരിക്കുകയാണ്. അശോകേട്ടൻ പറഞ്ഞ് സിനിസാറിന് കൂടെ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി ഒരാളെ തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാളെ ഏർപ്പാടാക്കി. അയാൾ എന്നും രാവിലെ വൈകുന്നേരം മാറാടി ഹോട്ടലിലെ കാലത്ത് റിസപ്ഷൻ വന്നിരിക്കും. ഞാൻ താഴെ ചെല്ലും, ഞങ്ങൾ ഒരുമിച്ച് പോകും. അദ്ദേഹം വണ്ടിയുടെ മുമ്പിലിരിക്കും. എന്നെ കൊണ്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെ ലൊക്കേഷൻ കാണിക്കലും പിന്നീട് സെറ്റിടുന്ന പണിയൊക്കെ അദ്ദേഹത്തിന് ഈ കല്ലായിലെ തടിക്കച്ചവടത്തിലേക്ക് ചില പരിപാടികളുണ്ട്. അവിടുന്ന് തടിയെടുക്കുക, സെറ്റിടാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തരുന്നു അദ്ദേഹം. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസമാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസർ വന്നില്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ സിനിമയിൽ ഇതിലോട്ടപ്പോൾ വേണ്ട, കാരണം അദ്ദേഹം അതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ ഡബ് ചെയ്യാൻ റിപ്പോർട്ടിൽ എത്തിയില്ല. അതിൻ്റെ ഒരു പരിഭവത്തിൽ ഇനിയാണ് എൻ്റെ സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞത്. നാളെ ഷൂട്ടിംഗ് തുടങ്ങിയാണ്, ഇവരെല്ലാവരും എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ വല്ലാത്ത പരിഭ്രമത്തിലായി, കാരണം ഞാൻ തുടക്കക്കാരനാണ്. എനിക്ക് അങ്ങനെ പ്രൊഡ്യൂസർക്ക് വലിയ ഒരു ഘടിപ്പിച്ചെന്നും പറയാൻ പറ്റുന്നൊരു സ്വാതന്ത്ര്യത്തിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഞാൻ ശ്രീനിയെടുത്ത് പറഞ്ഞു, ഇങ്ങനെ പറയുന്നു പ്രൊഡ്യൂസർ, എന്താ ചെയ്യേണ്ടതെന്ന്. ശ്രീനി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആ മാമൂനെ ഇടാം. അപ്പം ഞാൻ പറയും, ഏത് ലൊക്കേഷൻ കളിക്കാൻ പോകുന്നത് മാമൂൻ? അയാൾ സ്റ്റേജിലെ വലിയ നടനാണ്, നമുക്ക് അയാളെ ഇടാം. ഞാനിത് വലിയ റോളാണ്, പൊക്കോട്ട് വെച്ചിരിക്കുന്ന റോളാണ്. സ്ഥിതി ധൈര്യമായിട്ടോ ഞാൻ ഗ്യാരണ്ടി പോയി. അങ്ങനെ ഞാൻ മനസ്സോടെ പൊക്കോട്ട് തയ്ച്ചു വെച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ മറ്റേ അളവിലേക്ക് മാറ്റി കൊടുത്ത് രാവിലെ ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഒരു അറബി മുൻഷിയായിട്ട് തലയെക്കെട്ടും നിമിഷത്തൊക്കെ ആയിട്ട് നിൽക്കുന്ന മാമുക്കായെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ അതിനകത്ത് പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ആദ്യ കാഴ്ചയിൽ തന്നെ ഇത് നമ്മൾ മനസ്സിൽ കണ്ട, ശ്രീനി മനസ്സിൽ കണ്ട അറബി മുൻഷിയായിട്ട് മാറിക്കുന്നത്. മോഹൻലാലിനും സൽമാൻ റഷീദും നെടുപടികളൊക്കെയുള്ള അമ്പിളിച്ചേട്ടനൊക്കെയുള്ള വലിയ കോമ്പിനേഷൻ സീനിലാണ് ആദ്യ സീനിൽ തന്നെ അഭിനയിക്കുന്നത്. വളരെ ലാഘവത്തോടെ മാമുക്കായ ആ കഥാപാത്രത്തെ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രതിഭകളെ തിരിച്ചറിയാൻ കഴിയുന്ന ചില ഈ നേരത്തെ സൂചിപ്പിച്ചു വരുന്ന ചില കഥകളിലെ മർമ്മങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജീനിയസ് ശ്രീനിക്ക് എന്നും ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ശ്രീനിയുമായിട്ട് മറ്റൊരു സിനിമയുടെ ആലോചന, ഇതും ശ്രീനി തന്നെ ഓർഗനൈസ് ചെയ്തതെന്നാണ്. ഞാൻ ആയിട്ട് സമ്മതിക്കുന്നതല്ല. ശ്രീനി ഇരിക്കാൻ ഇവിടുന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ ഗൾഫിലെവിടെയൊക്കെ അയാൾ എനിക്കൊരു സിനിമ ചെയ്യണം, അപ്പം നമ്മുടെ നമുക്ക് ചെയ്താൽ എനിക്ക് താല്പര്യമുണ്ടെന്നുണ്ട്. അങ്ങനെ ഞാൻ പാലക്കാട് ഹോട്ടലിൽ നിന്നൊരു തിരക്കഥ ശ്രീനിയുമായിട്ടൊരു കഥയിലേക്ക് ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നമുക്കാണ്. അപ്പോൾ ശ്രീനി അവിടെ കിടത്തനാട്ട് മാർഗം എന്ന് പറയുന്ന സിനിമയുടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ശ്രീനി അവിടെ തന്നെ ഒരു റൂമിൽ ഞാനും ശ്രീനിയുമായിട്ട് ഇരുന്ന് ശ്രീനിയുടെ ഫ്രീ സമയങ്ങളൊക്കെ ഡിസ്കഷൻ നടക്കുകയാണ്. പക്ഷെ ഞാനും ഈ പ്രൊഡ്യൂസറും തമ്മിൽ നേരിൽ കാണുന്നതിന് മുമ്പ് തന്നെ ആ സിനിമ ഇല്ലാതായി. പ്രൊഡ്യൂസർ പിന്മാറിപ്പോയി, ആ സിനിമ ഇല്ലാതാവുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിലാണ് എന്നെ കാണാൻ അതേ ഹോട്ടലിലേക്ക് ലോഹിതദാസൻ ചെയ്യുന്നത്. പിന്നീട് ഞാനും ലോഹിതദാസും ചേർന്നിട്ട് മറ്റൊരു വഴി ഇതിലൂടെ ഞങ്ങളെ സഞ്ചരിക്കുകയും ഞങ്ങളുടേതായിട്ടുള്ള സിനിമകൾ ചെയ്തു പോവുകയും സത്യനും ശ്രീനിയും മറ്റൊരു വഴിയിലൂടെ അവരുടെ സിനിമകൾ ചെയ്തു പോവുകയും ചെയ്യുന്നൊരു രീതി ഉണ്ടായി. അപ്പോൾ ഈ സിനിമ ശ്രീനിയുടെ ഉത്തരവാദിത്തത്തിൽ വന്നതുകൊണ്ട് ശ്രീനിയുടെ അവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനി ആ ഹോട്ടലിൽ താമസിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് എന്തായാലും നമ്മൾ ഇരുന്നല്ലോ, കഥയൊന്ന് പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് കണ്ണൂർക്ക് പോയി. ശ്രീനി വീട്ടിലേക്ക് പോകണം, എൻ്റെ കണ്ണൂർ കൊണ്ടുപോയി സവായി ഹോട്ടലിൽ എനിക്ക് റൂമൊക്കെ എടുത്ത് തന്നു. ശ്രീനി കുത്തുപറമ്പിൽ പോയിട്ട് വരും, പകല് വരും. അപ്പോൾ ശ്രീനി ആ സമയത്ത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഇതിന് വേറൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചിട്ട് പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു. അത് വേറൊരു 4-5 ദിവസത്തോടെ താമസിച്ചിട്ടും അത് സംഭവിക്കാതെ വന്നപ്പോൾ ശ്രീനി പറഞ്ഞു, നമുക്കൊന്നും ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ പിന്നെ നമുക്ക് പിരിയാം അല്ലേ. പിരിയണമെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ വലിയ വണ്ടിപ്പണി ഇല്ലല്ലോ. ഞാനൊരു 2 സിനിമയും ചെയ്ത് അതിനൊന്നും
പ്രതിഫലമൊന്നും കിട്ടാതെ വീട്ടുകാരിൽ നിന്ന് ചോദിക്കാനും പറ്റാത്ത ഇങ്ങനെ. അപ്പോൾ ശ്രീനി അത് മനസ്സിലാക്കി. ഞാൻ ചോദിച്ചൊന്നുമില്ല, പക്ഷേ ശ്രീനി മനസ്സിലാക്കിയിട്ട് എന്നിട്ട് എനിക്ക് 3000 രൂപ എടുത്ത് തന്നിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് നമുക്ക് പിന്നിരിക്കാൻ പറഞ്ഞു. ആ 3000 രൂപ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ വിളിച്ചു ഇത് കൊടുക്കേണ്ടത് ഒരിക്കലും. കാരണം അത് കൊടുക്കാനുള്ള പിന്നീട് 3000 രൂപ എന്ന് പറയുന്നത് നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരു തുകയൊന്നും അല്ലാതെ ഒന്നുമില്ല. അപ്പം ഞാനൊരു കാര്യം ശ്രീനിയുടെ 3000 രൂപ കൊടുത്താൽ പിന്നെ ഞാൻ ചോദിക്കാതെ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു കൊടുക്കാത്ത കടമായിട്ട് 3000 രൂപ ഇപ്പോഴും കഴിയുന്നത്. ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് തമാശ കഥകളുണ്ട്. ശ്രീനി അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അന്നത്തെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്. ഒരു വളരെ രസകരമായൊരു സന്ദർഭം ശ്രീദേവനെ പിന്നീട് എന്ന് പറയുകയാണ്. കോഴിക്കോട് ഒരു ഹോട്ടലിൽ ശ്രീനി പണത്തിൻ്റെ എഴുത്തൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരാൾ വന്നൊരു കത്താൻ ലക്ഷത്തിലൊക്കെ ഒരു ബോംബെക്കാരൻ്റെ എല്ലാ ആഹ്ലാദത്തോടും കൂടി വന്നു. അയാൾ പറഞ്ഞു, ഞാൻ ബോംബെ അണ്ടർവേൾഡിൽ നിന്ന് വരികയാണ്, ഒരു സിനിമ എൻ്റെ ചെറുക്കാൻ കഴിച്ചിട്ടുണ്ട്. സിനിമ ഇല്ലെങ്കിലും താൻ വിവരമാണ്. അപ്പോൾ ശ്രീലങ്ക് അപ്പോൾ എൻ്റെ പേര് നൂറെന്നാണ്, 100 മുഹമ്മദ്. ശ്രീലങ്ക നീ നൂറാണെങ്കിൽ ഞാൻ 1000. അതോടെ ഇയാളുടെ തട്ടിമണിയുണ്ട്. അത് ഇയാൾ പ്രതീക്ഷിച്ച് ഒരു പേടിയും ശ്രീനിക്കുണ്ടാവുന്നില്ല. അത് വളരെ നിസ്സാരമായ തമാശയിൽ ഈ അധോലോക ഭീകരം ഒന്ന് രക്ഷപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് തമാശയുണ്ട്. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക സമുദായത്തിലെ സിനിമാ പ്രവർത്തകർ അവിടെ ചേർന്നിട്ട് വൈകുന്നേരം ഒരു മദ്യപാന സ്ഥലത്തിൽ അവർ ക്ലാസ്സൊക്കെ എടുത്ത് ചേസ് വന്നപ്പോൾ അവരവരുടെ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തുകാരായ ഇന്ന സമുദായക്കാർ ഒന്നിച്ച് കൂടുന്നു. അതിന് വേണ്ടി ചേസ് വന്നപ്പോഴത്തേക്ക് ശ്രീനെ അവർ ശ്രദ്ധിച്ചില്ല. ശ്രീ പറഞ്ഞത് ഞാനും ഇവിടെ ഉണ്ട്, ഞാനും അതല്ലെങ്കിലും ഞാൻ എൻ്റെ സമുദായം പുള്ളി ആ സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പുള്ളി ആ ചേസിൽ പങ്കെടുത്തതിന് തമാശയായിട്ട് കണ്ടു. അതിട്ട് അത് ശരിക്കും സാധാരണ പെട്ടെന്ന് ആൾക്കാർ ഹേർട്ടാവും. ശ്രീനി ഇരിക്കുമ്പോൾ അവരവരുടെ ഉയർന്ന സമുദായക്കാരെ ചിന്തിക്കുന്ന രീതിയിൽ അതിനെപ്പറ്റി പറയുന്നത്. ശ്രീനി അതിനെയും തമാശയായിട്ട് എന്തിനും തമാശ കാണുക, എന്തിനേയും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ തമാശയോടുകൂടി അതിനെ അഭിനയിക്കും. ശ്രീനി രോഗാവസ്ഥയിലും ശ്രീനി അതിനെ വളരെ ലൈറ്ററായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ശ്രീനി അവസാനമായിട്ട് കാണുന്ന 2 സന്ദർഭങ്ങളിൽ ഒന്ന് എൻ്റെ സിനിമ 40 വർഷത്തെ പൂർത്തിയാകുന്നതിന് എൻ്റെ സഹപ്രവർത്തകരുടെ അസിസ്റ്റൻസ് എല്ലാവരും സംഘടിപ്പിച്ച പ്രോഗ്രാമിന് ശ്രീനി വന്നിരുന്നു. അപ്പോൾ അവിടെയും ഇത് തന്നെയാണ്. ആ ശ്രീനിക്ക് ഒരു മാറ്റം, ശ്രീനിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ആരോഗ്യപരമായ ചില വിഷമങ്ങളിലോ ഉണ്ടെങ്കിൽ പോലും ശ്രീനിയുടെ ഉള്ളിലെ ആ ഒരു നർമ്മം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്താണ് ആ നർമ്മത്തിൻ്റെ ഒരു ഊർജ്ജം ഒരിക്കലും ശ്രീനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏറ്റവും അവസാനം കാണുമ്പോഴും ഞങ്ങളുടെ ഇരുവരുടെയും ഒരു കോമൺ സുഹൃത്തിൻ്റെ വിവാഹത്തിന് വെച്ച് കാണുമ്പോഴും ശ്രീനി ഏറ്റവും മുമ്പിലുള്ളത് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രീനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഞങ്ങൾ ഒരുമിച്ചാണ് നൽകുന്നത്. ഇത് മരണപ്പെടുന്നതിലൊരു 3 ആഴ്ച ഉണ്ടായിരിക്കും. അപ്പോഴും ഇത് തന്നെ ശ്രീനി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇങ്ങനെ തമാശകൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തമാശ പറയുകയും ശ്രീനി തന്നെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. ആ പൊട്ടിച്ചിരിപ്പോഴും എൻ്റെ പ്രാധാന്യമുണ്ട്. അപ്പം ഒരു പക്ഷേ നമ്മൾ ഒരു ശ്രീനി എല്ലാ തരത്തിലുള്ള സിനിമകളിൽ പ്രവർത്തകരുടെ ഒന്നിച്ച് അരവിന്ദേട്ടൻ്റെ കൂടെയും ഒക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. മോഹൻ സാറിൻ്റെ കൂടെ സിനിമകൾ ചെയ്തു. ഒരുപാട് കാലം മദ്രാസിൽ ഗോസ്റ്റ് റൈറ്ററായിട്ട് ശ്രീനി ഉണ്ടായിരുന്നു, മോഹൻ സാറിൻ്റെയൊക്കെ സിനിമകളിലൊക്കെ. പക്ഷേ ശ്രീനി ആരുടെയും ഒരു പാളയത്തിൽ പെട്ടുപോയ ഒരാളാണ്. സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ സിനിമ ചെയ്ത ഒരാളാണ്. ഞാൻ ശ്രീനി ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ്യപ്പെടും ശ്യാമള, ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് മുമ്പ് വടക്ക് നോക്കി യന്ത്രം ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആ കഥ പറഞ്ഞു ശ്രീനി. അപ്പം ഞാൻ ഇത് ശ്രീനി ചെയ്താലേ തന്നാവുള്ളൂ, ശ്രീനി തന്നെ അഭിനയിച്ചാലേ തന്നാവുള്ളൂ. അങ്ങനെ ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ശ്രീനിയുടെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് ശ്യാമള ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീനി ഭക്ഷണങ്ങൾ നടത്തുന്നു. കാരണം ശ്രീനി മാത്രം ചെയ്യേണ്ടുന്ന സിനിമ വരുമ്പോഴേ താൻ ചെയ്യുള്ളൂ. ഇത് ഞാൻ തന്നെ ചെയ്യണമെന്ന് ശ്രീനിക്ക് തോന്നുന്ന ഒരു സിനിമയിലേക്ക് ശ്രീനി പോവുകയുള്ളൂ. ഇത് പിന്നീട് ലോഹിദാസ് ആദ്യത്തെ സിനിമ ചെയ്യാൻ ഭൂതപ്പനായിട്ട് കഥ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഞാനിങ്ങനെ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു കഥയുണ്ടെന്ന് പറയുമ്പോൾ ആ കഥ കേട്ടപ്പോഴും ഞാൻ പറഞ്ഞു ഇതും ലോഹി തന്നെ ചെയ്യേണ്ട സിനിമയാണ്. പക്ഷേ എപ്പോഴും ലോഹി ചെയ്യുന്ന മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ലോഹി ചെയ്യേണ്ട കാര്യമില്ല.
ലോഹിക്ക് മാത്രം ചെയ്യേണ്ട, ലോഹി ചെയ്താലേ ഇത് നന്നാവുമെന്ന് ലോഹിക്ക് ബോധ്യപ്പെടുന്ന സിനിമകൾ മാത്രം ലോഹി ചെയ്യാവുള്ളൂ. ഞാൻ അന്ന് ഉദാഹരണം പറഞ്ഞത് ശ്രീനിയുടെ കാര്യമാണ്. പക്ഷേ പിന്നീട് ലോഹി പക്ഷേ ഒരുപാട് ഓഫറുകളൊക്കെ വന്നപ്പോൾ അതിൻ്റെ പ്രഭാവത്തിൽ പെട്ടുപോവുകയും ലോഹി പൂർണ്ണമായിട്ടും സംവിധാനത്തിലേക്ക് പോവുകയാണ്. ശ്രീനിക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. തൻ്റെ കഴിവുകളെ അല്ലെങ്കിൽ കഴിവില്ലായ്മകളെ, തൻ്റെ രൂപത്തെ, ആകാരത്തെ, നിറത്തെ എല്ലാം സ്വയം നർമ്മത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട്, സ്വയം തമാശകൾ കണ്ടെത്തി, സ്വയം തന്നെ ഒരു കോമാളിയാക്കി കണ്ടുകൊണ്ട് ശൈലി അവതരിപ്പിച്ചുകൊണ്ട് ഒരു ചാർലി ചാപ്ലിൻ ഇഫക്റ്റിലൂടെ സിനിമയെ സമീപിച്ച ഒരു ജീനിയസാണ്. അതും നമ്മളൊരു തമാശ സിനിമ ചെയ്യുന്ന ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ അഭിനേതാവോ അല്ലാതെ അതിനുമപ്പുറത്തേക്ക് വലിയ സ്ഥലങ്ങളിൽ ഉള്ള ചിന്തകളുള്ള, കാഴ്ചപ്പാടുകളുള്ള ഒരു ജീനിയസ് തന്നെയായിരുന്നു ശ്രീനി. അത് തിരിച്ചറിയാൻ ഒരു പക്ഷേ ഒരാളുടെ വിയോഗത്തിന് ശേഷമായിരിക്കും നമ്മൾ ഇത്തരത്തിൽ ഒരാളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഇത്തരം മഹത്തരമായ തിരിച്ചറിവുകളും ചർച്ചകളൊക്കെ സംഭവിക്കുള്ളൂ. സ്ത്രീകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുമ്പോഴും അത് തന്നെയാണ്. ശ്രീനി എന്ന അസാധാരണമായ പ്രതിഭയെ നമ്മൾ ഇപ്പോൾ കൂടുതൽ തിരിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് എൻ്റെ സ്നേഹത്തോടെ.